ഹലോ, ഇന്ന് നമുക്ക് രാവിലെ പുട്ടും ഗ്രീൻ പീസ് കറിയുമാണ് കേട്ടോ തീരുമാനിച്ചേക്കണത് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ രാത്രി തന്നെ ഞാൻ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഗ്ലാസ് ചായയും കുടിച്ച് ഞാൻ എൻ്റെ രാവിലത്തെ പണികളിലേക്ക് തുടർന്നു. തേങ്ങയൊക്കെ ചിരകി വെച്ച് പുട്ടിന് പൊടി കുഴച്ച് അത് വേവിക്കാൻ വെച്ചു. ആ നേരം കൊണ്ട് ഞാൻ കഞ്ഞിക്കിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ തിളപ്പിച്ചടച്ച് മാറ്റി വെച്ചു. അവിച്ചേന് ഇന്ന് വെളുപ്പിനെ 5:30 ആയപ്പോഴത്തേന് വർക്കിന് പോയതാണ് കേട്ടോ. ഓട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 8-8:30 ആകുമ്പോഴത്തേനൊക്കെ വരുള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ എൻ്റെ പണിയെല്ലാം തീർത്ത് വെക്കുകയാണ്. വീട്ടിലെ ജോലികൾ ചെയ്ത് തീർത്തെങ്കിൽ എനിക്കിനി ഓഫീസിലേക്ക് പോകാനുള്ള എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടുത്തെ പണികളെല്ലാം ഞാൻ പടപടി എന്നും പറഞ്ഞ് തീർത്തിട്ടിരിക്കണേണ്. അപ്പോൾ ഗ്രീൻ പീസ് വെന്തിട്ടുണ്ട്. അത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ലിയോമോൻ അവിടെ ജീപ്പിൽ കിടന്ന് പണിതുകൊണ്ടിരിക്കണം. അപ്പോൾ അവനോടൊന്ന് കാര്യം അന്വേഷിച്ച് തിരിച്ച് വന്നപ്പോഴത്തേനും പുട്ടിന് ആവി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് തിരിച്ച് പ്ലേറ്റിലേക്ക് ആക്കി വെച്ച നേരം കൊണ്ട് നമുക്ക് വേസ്റ്റ് വന്നു. അങ്ങനെ ഒരു രാവിലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇങ്ങനെ എന്തൊക്കെയോ ഇല്ലാണ്ട് ഞാനിങ്ങനെ ഓടി നടക്കുന്നൊരു പണിയാണ് കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓഫീസിൽ എത്തിക്കഴിയാൻ നേരത്താണ് അവിടെ ഒന്ന് വന്ന് ഇരിക്കാനായിട്ട് പറ്റണത്. അതുവരെ രാവിലെ ഞാൻ എഴുന്നേറ്റ് കഴിയുമ്പോൾ മുതൽ എനിക്കിങ്ങനെ ഓടി നടക്കാനേ നേരം ഉണ്ടാവുള്ളൂ. അങ്ങനെ വേസ്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കറി താളിക്കാനായിട്ട് നിന്നു. ഞാനിപ്പോൾ ഇന്ന് ഇത്തിരി ലേറ്റായി പോയിട്ട് ചെയ്ത് വന്നപ്പോഴത്തേനും. അപ്പോൾ അതുകൊണ്ടിട്ട് കുഞ്ഞാറ്റയ്ക്ക് ഇന്ന് ഫുഡൊക്കെ കഴിച്ചത് ലേറ്റ് ആയതുകൊണ്ടിട്ട് അവിച്ചേട്ടൻ വന്നപ്പോൾ അവിച്ചേട്ടനാണ് ഓഫീസിലേക്ക് പോണ വഴിക്ക് ആക്കി കൊടുത്തത്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ലേറ്റായി പോയി. അതുകൊണ്ടിട്ട് ബസ് പോയി കുഞ്ഞാറ്റയുടെ. അങ്ങനെ കറിയെല്ലാം താളിച്ച് കഴിഞ്ഞ് കുഞ്ഞാറ്റയുടെ യൂണിഫോം അയൺ ചെയ്തിട്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ അവിച്ചേട്ടൻ കയറി വന്നത്. പിന്നെ ഉണ്ടല്ലോ, ഞാൻ ഈ മല്ലിച്ചീരയും വേപ്പിലേക്ക് ഇട്ട് വെക്കണത് ഒരു ചെപ്പിലാണ് കേട്ടോ. അപ്പോൾ കുറേ നാൾ കേടാക്കാതെ ഇരുന്നോളൂ. അത് നമ്മൾ തണ്ടിൽ നിന്ന് അടർത്തി മാറ്റിയിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നാൾ കേടാവാതിരിക്കും. പിന്നെ മല്ലിച്ചീര കുറേ അധികം നാൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേര് നമ്മൾ കട്ട് ചെയ്തിട്ട് അതങ്ങനെ തന്നെ ബോക്സിലാക്കി വെച്ചാൽ മതി, മണ്ണും വഴുക്കൊന്നും ഇല്ലാതെ. അപ്പോൾ ആ വേരിൻ്റെ ഭാഗം കൊണ്ടിട്ടല്ലേ എപ്പോഴും പെട്ടെന്ന് ചീത്തയാവുന്നത്. അപ്പോൾ അതങ്ങനെ ചീത്തയാവാതിരുന്നോളൂ കേട്ടോ. അങ്ങനെ അവരെല്ലാം ഫുഡെല്ലാം കഴിച്ച് അവിച്ചേനും കുഞ്ഞാറ്റയൊക്കെ പോയിട്ടാണ്. പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കണം. ആ നേരം കൊണ്ട് മെനകെട്ട കറണ്ട് അപ്പം പോയി. ഞാൻ ആ നേരം കൊണ്ട് വേഗം ഫ്രഷായി വന്നു കേട്ടോ. അപ്പോഴത്തേനും കറണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വേഗം അയൺ ചെയ്ത് മാറ്റി. കാരണം വീണ്ടും കറണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇന്ന് തേക്കാതെ ഉടുപ്പ് ഇട്ടിട്ടും പോകേണ്ടി വരും. അപ്പോൾ വേഗം തേച്ചൊക്കെ വെച്ചു. ലിയോമോനെ റെഡിയാക്കി ഞാനും റെഡിയായിട്ട് വേഗം നമ്മൾ പോന്നു. കാരണം ഇപ്പോഴും ഒരു 5 മിനിറ്റ് ലേറ്റ് ആയിട്ട് ഞാൻ എൻ്റെ വീട്ടിലും പറയാറുണ്ട് 5 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് എല്ലാ ദിവസവും ചെല്ലാറുള്ളത്. ഇന്ന് പാവ സാറുമാരായതുകൊണ്ടിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.